ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേടുകൂടാതെ ഒരുപാട് ദിവസം എടുത്തു വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിത് ഇവിടെ ഒരു ഗ്യാസിന്മേൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ പത്തിരിക്ക് വേണ്ടിയിട്ട് വാട്ടിയെടുക്കുന്ന പോലെയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എള്ളും കൂടെ ഇട്ട് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഈ ഒരു വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നല്ലോണം ഒക്കെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീലിൻ്റെ തട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പോ ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്മേൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചാമ്പി എടുക്കാം. പത്തിരിക്കൊക്കെ ഉള്ള പൊടി ചാമ്പണ പോലെ തന്നെ നല്ലോണം ചാമ്പി എടുക്കാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നതിന് ശേഷം ചാമ്പി എടുത്താൽ മതി. അങ്ങനെ ഞാനിതാ ഒക്കെ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ബോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പത്തിരി പ്രസ്സുമ്മലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ചെറിയ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഞാൻ നീളത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്മേൽ നിന്നാണ് പിന്നെ ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി പ്രസ്സുമ്മേൽ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പരത്തുന്നതിനൊപ്പം തന്നെ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ചീനച്ചട്ടി വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാക്കി എടുക്കണുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്രസ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോഴേ പെട്ടെന്ന് പൊള്ളച്ച് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒക്കെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പപ്പടവട എന്നാണ് ഈ ഒരു സ്നാക്സിൻ്റെ പേര്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്സിന്. പിന്നെ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് സ്ക്വയറിലാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇതും അതുപോലെ തന്നെ ഞാൻ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിൽ ഇതുപോലെ നമുക്ക് കുറേ ദിവസങ്ങൾ വരെ നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചായക്കൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും.